അയ്യേ, അത് കേട്ടപ്പോൾ എനിക്കൊരു വലിയ നിരാശ തോന്നി. ഇത്രയും പരിണിതപ്രജ്ഞനായ 10 വർഷത്തോളം മുഖ്യമന്ത്രിയായിരുന്ന, ദീർഘകാലം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു മനുഷ്യൻ ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടി PBയിൽ വോട്ടെടുപ്പ് നടന്നു എന്ന് പറയുന്നൊരു വാർത്തയാണ് ഞാൻ കേട്ടത്. ഈ എത്രമേൽ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ കാരണക്കാരനായി മാറിയോ അത്രമേലുള്ള ചർച്ചകൾ പല ജില്ലാ സെക്രട്ടേറിയറ്റിലും നടക്കുമ്പോഴാണ് വോട്ടെടുപ്പിലൂടെ പ്രതിപക്ഷ നേതാവാകാൻ 82 83 വയസ്സുള്ള ഒരാൾ വീണ്ടും കസേര നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു എന്ന് പറയുന്നത് ഈ ജീവിതാവസാനത്തിലെ അധികാരത്തിൻ്റെ ഭ്രമത്തോടുള്ള വലിയൊരടയാളമായി മാത്രം രേഖപ്പെടുത്തി കടന്നു പോകുന്ന ഒന്നായി തീരും എന്നതാണ് അതിൻ്റെ ഏറ്റവും ദയനീയമായൊരു സംഗതി. ഞാനിതിന് മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യൻ ഈ പറഞ്ഞതുപോലെ ഒരു പദവിയിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ രോഗം, ചികിത്സ, മറ്റു പല കാര്യങ്ങൾക്കും ഒരു ഗുണമാകുമെന്ന് കരുതിയെടുക്കുന്ന തീരുമാനം എന്നുള്ള തരത്തിലൊക്കെ മാനുഷികവും മാനവികവുമായൊക്കെ വ്യാഖ്യാനിച്ചെങ്കിലും സംഗതി ആ പറയുന്നതിനൊക്കെ അപ്പുറമാണ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെന്ന് പത്രങ്ങളും വാർത്തകളും ഒക്കെ കണ്ടാൽ തോന്നിപ്പോകും. പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയും കൊല്ലം ജില്ലാ കമ്മിറ്റിയും അതിരൂക്ഷമായ ഭാഷയിലാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ ഇരിക്കുന്ന മുൻ ക്യാപ്റ്റൻ പിണറായി വിജയനെ വിമർശിച്ചത്. അക്കമിട്ട് വെള്ളം കുടഞ്ഞു വിമർശിച്ചു. ഇത് പുതിയൊരു കാര്യമൊന്നുമല്ല. എല്ലാവരും ജനങ്ങൾക്ക് ഈ പ്രതിഷേധമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പഞ്ചപുച്ഛമടക്കി ഒരു ശബ്ദം കേൾപ്പിക്കാതെയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ഭവന സന്ദർശന പരിപാടി ഇട്ടല്ലോ കൊല്ലത്ത്, അല്ലെങ്കിൽ പല ജില്ലകളിലും. ആ ഭവന സന്ദർശന പരിപാടിക്ക് വീടുകളിൽ ചെന്നപ്പോൾ ചെല്ലുന്നത് ആരാണെന്ന് പോലും നോക്കാതെ ജനം പൊട്ടിത്തെറിച്ച് സംസാരിച്ചതാണെന്ന് പോയവർക്ക് അന്നേ അറിയാം. എന്നാൽ അതുപോലും അവർക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യാൻ ഭയമുണ്ടായിരുന്നു. ആ ഭയത്തിൻ്റെ അന്തരീക്ഷം മാറിയതോടുകൂടി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വെള്ളം കുടഞ്ഞാണ് ചർച്ചകൾ നടക്കുന്നത്. അതായത് വലിയ ധൈര്യവാനായിരുന്നു പിണറായി എങ്കിൽ എന്തുകൊണ്ടാണ് പേരാവൂരിൽ പോയി മത്സരിക്കാതിരുന്നത് എന്ന് തുടങ്ങി 2000 രൂപ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് എന്ത് കാട്ടിക്കൂട്ടുന്നതും കേരളം സഹിച്ചുകൊള്ളും എന്ന് വിചാരിച്ചോ എന്ന് ചോദിക്കുന്ന അർത്ഥപൂർണമായ ചോദ്യം. അതിനകത്ത് ഈ പറഞ്ഞ മൈക്കുകാരോടുള്ള സമീപനം, ഡാഷ് മോന്, പിന്നെ കടക്കുപുറത്ത് അടക്കമുള്ള മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റുകളും എന്തെല്ലാം എവിടെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എണ്ണി ചോദിച്ചു. കൂടാതെ 4 PB അംഗങ്ങളിൽ 2 പേരുടെ ഭാര്യമാരും ഒരാളുടെ മരുമോനും എല്ലാവരും അങ്ങ് രംഗത്ത് വന്ന് പിടിച്ചടക്കി ഒരു PB അംഗത്തിൻ്റെ ഭാര്യയെ നിർത്തി മത്സരിപ്പിച്ച് ജയിച്ചത് കൂടാഞ്ഞിട്ട് കന്നി അംഗമായിട്ട് പോലും മന്ത്രിയാക്കി. അതുകൊണ്ട് നടന്നത് കൂടാതെ ഭർത്താവിൻ്റെ സീറ്റിലേക്ക് ഭാര്യയെ മത്സരിപ്പിച്ച് അടുത്ത മന്ത്രിയാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഉൾപ്പെടെ അവർ എണ്ണി പറഞ്ഞു. ഒരു കാര്യം സത്യമാണ്, ഈ ഗോവിന്ദൻ സഖാവിൻ്റെ ഭാര്യ തികച്ചും അൺപോപ്പുലറായ, ഒരു തരത്തിലും പാർട്ടിക്കാർക്ക് പോലും സ്വീകാര്യമല്ലാത്ത ഒരാളിനെ അവിടെ കെട്ടിവെച്ചത് കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാത്രമല്ല, CPIMനോട് വിമത ശബ്ദമുയർത്തി രംഗത്ത് വന്നവരെയെല്ലാം അത് ബാധിച്ചു എന്നുള്ളതാണ് സത്യം. അതെല്ലാം നിലനിൽക്കെയാണ് നമ്മളെവിടെങ്കിലും തോറ്റ വിദ്യാർത്ഥിയെ വീണ്ടും ആ ക്ലാസ് ലീഡറാക്കുമോ? ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു വിദ്യാർത്ഥി 8 തോറ്റുപോയി, 9ാം ക്ലാസ്സിലേക്ക് ബാക്കി എല്ലാവരും ജയിച്ചു പോയി. 7ൽ നിന്ന് ജയിച്ച് 8ലേക്ക് വന്ന കുട്ടികളുണ്ട്. ആ 7ൽ നിന്ന് 8ലേക്ക് വന്ന കുട്ടികളിൽ നിന്നല്ലേ ഒരു ലീഡറെ തിരഞ്ഞെടുക്കേണ്ടത്? അതോ മുൻ വർഷം ലീഡറായിരുന്ന പരീക്ഷയ്ക്കെല്ലാം തോറ്റുപോയ ആളിനെ വീണ്ടും ലീഡറാക്കുക എന്ന് പറയുന്നത് എത്ര വോട്ടിനിട്ടായാലും നാണക്കേടാണ് ബേബി സഖാവേ. പുതിയ മുഖങ്ങൾ പലരും ഉണ്ടല്ലോ. അത്തരം പുതിയ മുഖങ്ങൾക്ക് അവസരം നൽകി കരുത്തുറ്റ ഒരു നിരയെ വാർത്തെടുത്തുകൊണ്ട് വരിക എന്നതാണ് ചെയ്യേണ്ടത്. കാരണം നിങ്ങൾ 2 മുന്നണികൾ ആരോഗ്യകരമായി 2 വശത്ത് നിലകൊള്ളുന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിന് ഉചിതം. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ ചർച്ചകളൊക്കെയും വെറും വാർത്തകളായി വന്നങ്ങ് അവസാനിക്കുമെന്നും ഞാൻ വിട്ടുകൊടുത്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊന്നും പോകില്ലെന്നും പിണറായി സഖാവിന് നന്നായിട്ടറിയാം. എങ്കിലും അങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ്.